അല്ലാഹു സുബ്ഹാനഹു വ തആല പല നബിമാർക്കും കുറേ കാലത്തെ താമസമെടുത്ത് ഒരുപാട് പ്രാർത്ഥിച്ച് ക്ഷമയോടെ കാത്തിരുന്നപ്പോഴാണ് ഒരു കുഞ്ഞിക്കാല് കൊടുത്തിരിക്കുന്നത്. നമ്മളിൽ പല ആളുകളും വിവാഹം കഴിഞ്ഞപ്പോ കുഞ്ഞു വേണ്ടെന്നൊക്കെ ആഗ്രഹിച്ചവർക്ക് പോലും മാസത്തിനുള്ളിൽ പടച്ചറപ്പ് 1-2 സന്താനങ്ങളെ കൊടുത്തവരുണ്ട്. സഹോദരങ്ങൾ, ആലോചിക്കുക, ഒരു കുഞ്ഞ് ലഭിക്കുക എന്നത് എത്രമാത്രം സൗഭാഗ്യമാണ് എന്നറിയണമെങ്കിൽ സന്താനമില്ലാതെ വർഷങ്ങളോളം ചികിത്സ നടത്തി പണമൊഴുക്കി ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് ഓരോ കുടുംബക്കാര് വന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ ഡോക്ടറുടെ അടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരേ ഒരു കുഞ്ഞിനെ ഗർഭം ചുമക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്താനങ്ങളെ നമുക്ക് ലഭിച്ച് നമുക്ക് തന്നത് എത്രമാത്രം സന്തോഷകരമാണ് എന്നറിയാൻ നമ്മൾ നമ്മുടെ സന്താനങ്ങൾ ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ച് വീട്ടിൽ അവരില്ല, മാസങ്ങളോളം അവർ നമ്മിൽ നിന്ന് പിരിയുമ്പോഴുണ്ടാകുന്ന വേദന എത്രയാണ്. അതുകൊണ്ട് ഇസ്ലാം പറയുന്ന ദുനിയാവിലെ റബ്ബ് തരുന്ന ഈ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിനോടൊരു മര്യാദയും അദബുകളും ചിട്ടകളും ചില ക്രമീകരണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വേണം. ഏറ്റവും പ്രധാനമാണ് ഒരു കുട്ടി ജപിക്കുമ്പോ, കുട്ടിനെ കിട്ടുമ്പോ നിങ്ങൾ അതിൽ സന്തോഷിക്കാൻ ശ്രദ്ധിക്കണം. സന്തോഷിക്കേണ്ടിടത്ത് സന്തോഷിക്കണം. അള്ളാഹുവിന്റെ ദീന് നമ്മളെ എത്ര കൃത്യമായി പഠിപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മക്കളില്ലാതെ വിഷമിച്ചു. പക്ഷേ പിന്നീട് ഒരു മകനെ കൊടുത്തപ്പോ ഖുർആൻ പറഞ്ഞത് ഫബശ്ശറൂഹു ബിഗുലാമിൻ ഹലീം. ആ പ്രവാചകൻ ഒരു സന്തോഷ വാർത്ത അറിയിക്കണം. ബിഗുലാമിൻ ഹലീം, വിവേകമുള്ള ഇസ്മായിലിനെ പോലെയുള്ള ഒരു സന്താനത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കണം. ഒരു കുട്ടി ഉണ്ടാവുക എന്നത് സന്തോഷമായി പറയണം. സക്കരിയ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് സൂറത്ത് മറിയമിലൂടെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ. സക്കരിയ നബിനോട് ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ അള്ളാഹുവിന്റെ സന്ദേശം ലഭിക്കുകയാണ്. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ. പേരെടുത്ത് വിളിച്ചു. യാ സക്കരിയ, സക്കരിയ ഇന്നാ നുബശ്ശിറുക, ഞാനിതാ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഒരു വാർത്ത അറിയിക്കുന്നു എന്നല്ല പറഞ്ഞത്, ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നു. എന്ത് വിഷയത്തിൽ? ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ, യഹ്യാ എന്ന് പേരുള്ള ഒരു കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്നു. പേരടക്കം പറഞ്ഞു കൊടുത്തു. കുട്ടികൾ ജനിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കണം. അതിൽ അളവറ്റ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള സന്തോഷമുണ്ടാകണം. മറ്റൊന്ന് ഉലമാക്കന്മാര് പറഞ്ഞിരിക്കുന്നത്, അല്ലാഹു തആല തന്നിരിക്കുന്നതാണാവട്ടെ പെണ്ണാകട്ടെ, ഏത് നിലക്കുള്ള ഒരു കുട്ടിയെ കിട്ടിയാലും അതിൽ തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും പ്രസവ റൂമിന്റെ പുറത്തിരിക്കുന്ന പലരുടെയും മുഖത്ത് വിഷമത്തോടെയാണ് അവരിയ്ക്കുന്നത്. കൈകളിൽ കുട്ടിയുണ്ടായിട്ടും അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാ? അയാൾ വിചാരിക്കുന്നത്, ആഗ്രഹിച്ചതൊരു പെൺകുട്ടിയായിരുന്നു, അങ്ങനെ കിട്ടിയത് 4ാമത് കിട്ടിയതും ഒരാണായി പോയി. വേറെ ചില ആളുകൾ 3 എണ്ണവും പെൺകുഞ്ഞായിരുന്നു, ഇതെങ്കിലും ആൺകുഞ്ഞാകണമെന്ന് അവർ വിചാരിച്ചു, അതും പെൺകുഞ്ഞായി പോയി. അതുകൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന, നിങ്ങൾക്ക് ഒരു ആണായാലും പെണ്ണായാലും തന്നതിനെ നിങ്ങൾ തൃപ്തിപ്പെടണം, തൃപ്തിയോടുകൂടെ കാണണം. വിശുദ്ധ ഖുർആന്റെ കൽപ്പന നോക്കൂ നിങ്ങൾ. യഹബുലി മയ്യശാഉ ഇനാഥാ, അല്ലാഹയാണ് അവനുദ്ദേശിക്കുന്നവർക്ക് സമ്മാനമായിട്ട് പെൺകുട്ടികളെ കൊടുക്കും. അല്ല സന്താനങ്ങളെ കൊടുക്കുന്നല്ലേ പറഞ്ഞു. ഹിബത്ത് സമ്മാനമായി കൊടുക്കും. ചില ആളുകൾക്ക് ആൺകുട്ടികളെ ആയിരിക്കും അല്ലാഹു തആല കൊടുക്കുന്നത്. പെണ്ണ് കൊടുക്കും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആണിനെ കൊടുക്കും. അതുമല്ലെങ്കിൽ ദുക്റാനുകളായ ആൺകുട്ടികളെ കൊടുക്കും, പെൺകുട്ടികളെയും കൊടുക്കും. 2 ആണ് 2 പെണ്ണ്, 1 ആണ് 2 പെണ്ണ്. ഇങ്ങനെ കൂടിക്കലർന്നും അള്ളാഹു ഉദ്ദേശിക്കുന്നതാണ്. അതൊരു ഭാര്യയുടെ കഴിവല്ല, ഒരു ഭർത്താവിന്റെ കഴിവല്ല, അത് ആരുടെയും ഒരു ഡോക്ടറുടെ നിർദ്ദേശം കൊണ്ടല്ല, അത് റബ്ബ് കൊടുക്കുന്നതാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, വയജ്അലു മയ്യശാഉ അഖീമാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില ആളുകളെ ഒന്നും കൊടുക്കാതെ അഖീമാക്കി മാറ്റും, വന്ധ്യയാക്കി മാറ്റും. സഹോദരങ്ങളെ, പരമാവധി അടുത്തേക്ക് ഇരിക്കുക. ഗ്യാപ്പുകൾ എല്ലാ ഭാഗത്തെയും സൊഫുകൾ ഒന്നുകൂടെ ക്രമീകരിച്ച് ഇരിക്കാൻ പറ്റാവുന്നിടത്തോളം ആളുകളെ ഉള്ളിലേക്ക് ഇരുത്താൻ വേണ്ടി ശ്രമിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ എത്രമാത്രം സുന്ദരമായി നമുക്ക് ഒരു മകളുടെ കാര്യത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും തരുന്നത് എന്തിനാ?
സന്തോഷിക്കാൻ പറഞ്ഞു, തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഒരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് കുട്ടിയെ തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന ഔലാദുക്കും ഹിബത്തുല്ലാഹി ലക്കും, തീർച്ചയായും അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന സന്താനങ്ങൾ ഹിബത്തുല്ലാഹ്, അല്ലാഹുവിന്റെ സമ്മാനമാണ്. ഇവിടെ അത് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അത് സമ്മാനമാണ്, റബ്ബ് തന്നിരിക്കുന്ന ഗിഫ്റ്റാണ്, മറ്റാർക്കും തരാൻ കഴിയാത്ത അത്ഭുതമാണത്. ഹിബത്തുല്ലാഹ്, അല്ലാഹുവിന്റെ സമ്മാനമാണ് കേട്ടോ. ഫഹും വഅംവാലുഹും ലക്കും, ആ സന്താനങ്ങളും അവരുടെ സമ്പത്തും നിങ്ങൾക്കുള്ളതാണ് രക്ഷിതാക്കളെ. ആ മക്കളുണ്ടാക്കുന്ന സമ്പത്തും നിങ്ങൾക്കുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, നമ്മുടെ മകളുടെ സ്വത്തുനിന്ന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാതെ വരെ എടുക്കാൻ അനുവാദമുണ്ട്. റബ്ബ് നമുക്ക് തന്ന സമ്മാനമാണല്ലോ. അല്ലാഹു തആലയുടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് സമ്മാനമാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിൽ ആണായതിന്റെ പേരിലോ പെണ്ണായതിന്റെ പേരിലോ മറ്റെന്തിന്റെ പേരിലും വിഷമിക്കുന്ന അവസ്ഥ വേണ്ട. ഇത് സ്വീകരിക്കുക. റബ്ബ് അറിഞ്ഞു തന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണല്ലോ അള്ളാഹുവിന്റെ തീരുമാനം. നമ്മൾ ഒരു പക്ഷേ ഹൈറാന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ ഷർറുകളായിരിക്കാം. അതുകൊണ്ട് നിനക്ക് ലഭിച്ചിരിക്കുന്നത് സന്തോഷത്തോടെ നീ സ്വീകരിക്ക്. ചിലപ്പോൾ വിഷമത്തോടെ കൂടെ പറയട്ടെ, ചില ആളുകൾക്ക് ലഭിക്കുന്നത് വികലാംഗരായവരായിരിക്കാം, വൈകല്യങ്ങൾ സംഭവിച്ചവരായിരിക്കാം, അന്ധരായവരായിരിക്കാം, മറ്റു പല ഓർഗൻസുകൾക്ക് അവയവങ്ങൾക്ക് കേടുപാടുകൾ ഉള്ളതായിരിക്കാം. അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒരാൾക്ക് അങ്ങനെ വരികയാണെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? ഇത് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായി, ഇങ്ങനെ ഒന്നാണെങ്കിൽ എനിക്ക് വേണ്ടായിരുന്നു, ഇത് ഇത്ര വലിയൊരു കഷ്ടപ്പാടായി, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇതൊക്കെ തരുന്നത്? ഈ വാക്കുകൾ വരരുത്, ഈ വാക്കുകൾ വരരുത്. എന്തുകൊണ്ട്? മായുസീബുൽ മുസ്ലിമു മിൻ നസബിൻ വലാ വസബിൻ. ഒരു ഹദീസിൽ നബി പഠിപ്പിച്ചത് എന്താ? ഒരു മുസ്ലിമിന് ഒരു ബുദ്ധിമുട്ട് ബാധിക്കില്ല, ഒരു ക്ഷീണം ബാധിക്കില്ല, ഒരു മനോവിഷമം അവനെ ബാധിക്കില്ല. ഹത്ത ശൗകത്തി യുഷാഖുഹാ, അവന്റെ കാലിൽ തറക്കുന്ന ഒരു മുള്ള് പോലും അവനെ ബാധിക്കില്ല. ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ, അവന്റെ തെറ്റുകൾ പാപങ്ങൾ അതിലൂടെ അല്ലാഹു പുറത്തു കൊടുത്തിട്ടല്ല. കാലിൽ ഒരു മുള്ള് തറച്ചതിന്റെ വേദന സഹിച്ചവൻക്ക് പോലും അവന്റെ പാപങ്ങൾ പൊറുക്കാതെ പോകില്ലെങ്കിൽ, ഒരു പരീക്ഷിക്കപ്പെടുന്ന ഒരു സന്താനത്തെ തന്ന് ക്ഷമയോടെ ആ സന്താനത്തെ പരിചരിക്കുകയാണെങ്കിൽ, ചിലപ്പോ സെറിബ്രൽ ഓട്ടിസം ബാധിച്ച ആളുകൾ, മറ്റു പല അസുഖങ്ങൾ ബാധിച്ചവർ, എങ്ങനെയാണോ റബ്ബ് തരുന്നതെങ്കിൽ അതിന്റെ കാരണങ്ങളും അതിന്റെ മറ്റു വിഷയങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. എന്തെങ്കിലും കാരണത്താൽ റബ്ബ് അങ്ങനെ തരുന്നുവെങ്കിൽ അതിലും ക്ഷമയോടെ ആ കുട്ടിയെ വളർത്തി നോക്കി പരിചരിച്ചാൽ നിനക്കതുകൊണ്ട് പ്രതിഫലമാണ്. ഒരുപക്ഷെ ആ ഒരൊറ്റ കുട്ടി കാരണം കൊണ്ട് നിനക്ക് സ്വർഗത്തിലെത്താനുള്ള വഴിയാണ്. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിലാണ് കുടുംബസമേതം ആത്മഹത്യകളിലേക്ക് പോകല്, കുട്ടികളെ കൊല്ലല്, മറ്റു പല സങ്കടങ്ങളിലേക്കും വരാറുള്ളത്. ദീന് പഠിച്ചു മനസ്സിലാക്കണം നമ്മൾ. ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ ഗർഭിണികളായി 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വയറ്റിനകത്ത് വെച്ച് മരണപ്പെടുന്ന ചാപ്പിള്ളയായിട്ട്. ചിലർ ജനിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഫലം ചെയ്യാതെ അസുഖം ബാധിച്ചും മറ്റും മരിക്കുന്നു. ഏറ്റവും ദയനീയമായ രംഗാണ്. 9 മാസം ഗർഭം ചുമന്ന അവസാനം ജനിച്ചു വീണ കുഞ്ഞ് ജീവനില്ലാത്തതാകുന്നു. അതല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം വലിയ പ്രയാസങ്ങൾ കാരണം കൊണ്ട് മരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ നമ്മൾ റബ്ബിനെ ഒരിക്കലും മറക്കല്ലേ. പടച്ചവനോട് ധിക്കാരത്തിന്റെ സ്വരമുള്ള വാക്കുകൾ നമ്മൾ പറയല്ലേ. പകരം അൽഹംദുലില്ലാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്ര ആൾക്ക് പറയാൻ പറ്റും? സ്വന്തം കുട്ടി മരിക്കുമ്പോ അൽഹംദുലില്ലാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പക്ഷെ അത് പറയാനുള്ള മനസ്സുണ്ടെങ്കിൽ ആ അടിമയെ അള്ളാഹു ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ആ വിഷയത്തിലും ഈ വലിയ സങ്കടത്തിലും അവൻ സഹിച്ചാൽ, ക്ഷമിച്ചാൽ അവനുള്ള പ്രതിഫലം പറയാണ്. ഇബ്നു ലി അബ്ദിഹി ബൈതൻ ഫിൽ ജന്നാ, എന്റെ അടിമക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കണേ. എന്റെ അടിമക്ക് അത്രക്ക് വലിയ ഒരു പ്രതിസന്ധിയെ അവൻ സഹിച്ച് ക്ഷമിച്ചതിൽ അവന് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കണേ. വസമ്മൂ ബൈത്തുൽ ഹംദ്, ആ വീടിന് അല്ലാഹു ഒരു പേരിട്ടിട്ടുണ്ട്, ബൈത്തുൽ ഹംദ് എന്നതിനെ വിളിക്കണേ. ചെറിയ കുട്ടികൾ മരണപ്പെട്ട രക്ഷിതാക്കളുടെ സഹനത്തിന്റെ ക്ഷമയുടെ പ്രതിഫലം സ്വർഗത്തിൽ ഹംദ് എന്ന് പറയുന്ന ഒരു വീട് കൊടുക്കുന്നതാണ്. ഇതൊക്കെ ഇസ്ലാം ഇത് പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ വരുന്ന നമ്മുടെയൊക്കെ ജീവിത ഘട്ടങ്ങളിൽ നമുക്കോ നമ്മുടെ ഭാവിയിൽ കുടുംബങ്ങളിലൊക്കെ വരുമ്പോ നമ്മുടെ നിലപാട് എന്തായിരിക്കണമെന്ന് പഠിപ്പിക്കാനാണ്. ഉലമാക്കന്മാര് പറയുന്നുണ്ട്, കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്തും ജനിച്ച ശേഷവും ഇസ്ലാമികമായ തർബിയത്തിൽ അവരെ വളർത്താൻ ചില സമീപന രീതികൾ നമുക്കുണ്ടാവണം. ഇപ്പൊ നാട്ടിലൊക്കെ കാണാം, ജനിച്ചു കഴിഞ്ഞാൽ വലത് ചെവിയിലായിട്ട് ബാങ്ക് കൊടുക്കും,
ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കും. കുട്ടി നിസ്കരിക്കാനൊന്നും പോണില്ല, എന്നാലും ഇത് നല്ലത് കേൾക്കട്ടെ എന്നോ പണ്ട് മുതൽ എവിടുന്നോ നമുക്ക് വന്നെത്തിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കുന്നു. ഹദീസ് ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതന്മാര് പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ സഹാബത്തിന്റെ ജീവിതത്തിൽ എവിടെയും അങ്ങനെ ഒരു സമ്പ്രദായം കാണുന്നില്ല, സ്ഥിരപ്പെട്ട ശരിയായ സ്വഹീഹുകളിൽ കാണുന്നില്ല. അതുകൊണ്ട് അത് ഒരു സുന്നത്താണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പരിശോധിച്ചിട്ട് പറഞ്ഞു, ആ വന്ന ഹദീസുകളിലൊക്കെ കുറവുകളും ദുർബലതകളും പോരായ്മകളും ഉണ്ട്. അത് നമുക്ക് സ്വീകരിച്ച് സുന്നത്തിലേക്ക് ചേർക്കാൻ കഴിയില്ലെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈ വിഷയത്തോട് നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക. അതേ സമയത്ത് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്, അതാരും അറിയുക പോലുമില്ല. ആരാണ് തഹ്നീക്ക് ചെയ്യാറുള്ളത്? ഇത് വലിയ കാര്യമായിട്ട് നമ്മൾ ചെയ്യും. എന്നാൽ തഹ്നീക്ക് എന്ന വാക്കിന് എത്ര പേർക്ക് അറിയാം? ജനിച്ചു വീണ കുഞ്ഞിന് മധുരം പുരട്ടി കൊടുക്കുക, ഈത്തപ്പഴത്തിന്റെ നീര് കൊണ്ട് അല്പം മധുരം കൊടുക്കുക. ഈത്തപ്പഴം കൊടുക്കണ്ട, അതിന്റെ നീര്, അല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ തേന് പുരട്ടി കൊടുക്കുക. ഒരു മധുരം കൊടുക്കുന്ന ചര്യ ഇസ്ലാമിലുണ്ട്. ഇനി അത് ശാസ്ത്രം കൊണ്ട് നിങ്ങൾക്ക് തെളിയിച്ചിട്ടേ ചെയ്യുമെങ്കിൽ നിർവാഹമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന സുന്നത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ സ്വഹാബത്തിന്റെ നിലപാടുകളിൽ കാണാം, സ്വഹാബത്തിൽ കുട്ടികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളെയും കൊണ്ട് നബിന്റെ അടുത്തേക്ക് അവർ ചൊല്ലും. ഫയുബറകു അലൈഹിം, ആ കുട്ടിക്ക് ബറക്കത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ഒരാൾക്ക് കുട്ടി ഉണ്ടായി എന്നറിഞ്ഞാൽ ബാറക്കല്ലാ എന്ന് പറയും, ബറക്കത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. വയുഹന്നികുഹും, അതുപോലെ തന്നെ ആ കുട്ടിക്ക് നബി തങ്ങൾ മധുരം പുരട്ടിക്കൊടുക്കും. നമ്മളോടൊരാൾ വന്ന് കുഞ്ഞുണ്ടായി, നാലാമത്തെ ആള് പ്രസവിച്ചു പറഞ്ഞാൽ നമ്മൾ തിരിച്ചു വെക്കുന്ന ചോദ്യം ബാറക്കല്ല എന്നല്ലേ പറയാം. നമ്മൾക്ക് നിനക്കൊന്നും വേറെ പണിയില്ലേ? എന്റെ ഭാര്യന്റെ ഒരു കഷ്ടകാലം ആലോചിച്ചു. നമ്മൾ ഭയങ്കര മോശമായി അയാൾ അങ്ങ് ചിത്രീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അടുത്തേക്ക് ഒരു കുട്ടിയുമായിട്ട് ഒരാൾ വന്നാൽ പറയുന്നത് ബാറക്കല്ലാ, അല്ലാഹു നിനക്ക് ബറക്കത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും. വയുഹന്നികുഹും, ആ കുട്ടിക്ക് മധുരം പുരട്ടി കൊടുക്കും. നബിതങ്ങളൊക്കെ ചവച്ചരച്ചിട്ട് ഈത്തപ്പഴത്തിന്റെ നീര് പുരട്ടി കൊടുക്കും, അതില്ലെങ്കിൽ തേന് പുരട്ടി കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന രംഗമുണ്ട്. അബൂ മൂസാ റളിയല്ലാഹു അൻഹുവിന് കുട്ടിയുണ്ടായി, നബിന്റെ അടുത്തേക്ക് വന്നു. ഇബ്രാഹിം എന്ന് നബി തങ്ങൾ പേര് വിളിച്ചു, കുട്ടിക്ക് മധുരം പുരട്ടി കൊടുത്തു. ഉമ്മു സുലൈം, അബൂ തൽഹ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരുടെയും ആദ്യമായി ജനിച്ച കുഞ്ഞ്, ഒരു കുഞ്ഞ് മരണപ്പെട്ടതിന് ശേഷം ജനിച്ച കുഞ്ഞ്, നബി തങ്ങൾ മധുരം കൊടുത്തു, അബ്ദുള്ള എന്ന് പേരിട്ട് കൊടുത്തു. ധാരാളക്കണക്കിന് അസ്മാ റളിയല്ലാഹു അൻഹ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. അവിടെ വെച്ചാണ് ഖുബാ പള്ളിയുടെ പരിസരത്ത് വെച്ചുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ജനിക്കുന്നത്. ഹിജറ പോയ ആളുകൾക്കിടയിൽ നിന്ന് ആദ്യമായി ജനിക്കുന്ന ആൺകുഞ്ഞായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. മദീനയിൽ ഇങ്ങനെ പരന്ന് നടക്കുക. മുസ്ലിങ്ങൾക്കൊന്നും ഇനി ആൺകുട്ടികൾ ഉണ്ടാവില്ല, അവരൊക്കെ സിഹർ ചെയ്ത് ജൂതന്മാര് തോൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി നടക്കുമ്പോഴാ മുഹാജിറുകളായി ഹിജറ ചെയ്ത് വന്ന അസ്മാ ബീവി പ്രസവിച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഉണ്ടായി. ഈ വിവരമറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തേൻ പുരട്ടി കൊടുത്തതും മധുരം കൊടുത്തതൊക്കെ ഹദീസിലുണ്ട്, ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുടുംബനാഥന്മാരായവർ, ഭർത്താക്കന്മാരായവർ തുടങ്ങിയവരൊക്കെ ഈ വിഷയം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വളരെ പ്രധാനമാണ് മുലയൂട്ടുക എന്നത്. ഉമ്മമാരുടെ മേൽ കൃത്യമായി അവർ ചെയ്യേണ്ടുന്ന വലിയ ഒരു കാര്യമാണ്. സമൂഹത്തിൽ ഇന്ന് ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ദിനങ്ങൾ വരെ സമൂഹത്തിൽ ഇപ്പൊ ആവശ്യമായി വന്നിരിക്കാം. മുലയൂട്ടുക എന്ന സമ്പ്രദായം ഒരൽപ്പം പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീകളുടെ കാഴ്ചപ്പാടിൽ അവരുടെ സ്തന സൗന്ദര്യത്തിനെ ബാധിക്കുമോ, അവരുടെ ശരീരത്തിന്റെ സ്ത്രൈണതക്ക് ചെറിയ കോട്ടം വരുമോ എന്നൊക്കെ ഭയപ്പാടോടുകൂടെ മുലയൂട്ടുന്നതിൽ നിന്ന് പിറകോട്ട് പോകുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുകയാണ്, 2 വർഷം ഒരു ഉമ്മ ഒരു കുട്ടിക്ക് പൂർണ്ണമായി മുലയൂട്ടി കൊടുക്കണം. അതാ കുട്ടിയോട് ചെയ്യുന്ന നീതിയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വൽ ബാലിദാതു യുർളിഅന ഔലാദഹുൻ, ഉമ്മമാര് അവരുടെ കുട്ടികൾക്ക് മുലയൂട്ടണം. എത്ര വർഷം? ഹൗലൈനി കാമിലൈൻ, പൂർണ്ണമായ 2 ഹൗല്, 2 വർഷം. 2 വർഷം കുട്ടികൾക്ക് മുലയൂട്ടുന്നത് നിർത്തരുത്.
ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ, മുലയൂട്ടുക എന്ന കർമ്മം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നവർ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ അവർ 2 വർഷം പൂർത്തിയാക്കട്ടെ, പിന്നീട് വേണമെങ്കിൽ അവസാനിപ്പിക്കാം. അതിനു മുമ്പ് മറ്റെന്തെങ്കിലും ഉമ്മാക്ക് ശാരീരിക പ്രശ്നങ്ങളോ മറ്റു എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അവസാനിപ്പിക്കുക. അനാവശ്യമായി മുലയൂട്ടുന്ന വിഷയത്തിൽ പിന്തിരിയരുത് എന്ന് ഇസ്ലാമിന്റെ കൽപ്പന. എത്രത്തോളം എന്ന് വെച്ചാൽ നരകത്തിൽ കുറച്ചു സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു. നരകത്തിലുള്ള സ്ത്രീകളെ കാണിച്ചു കൊടുത്തു. ആ സ്ത്രീകളെ ശിക്ഷിക്കുന്ന രംഗം കാണിച്ചു കൊടുത്തു. എങ്ങനെയാ ശിക്ഷിക്കുന്നത്? തൻഹശു സദിയഹുന്നൽ ഹയ്യാതു, നരകത്തിലെ വിഷസർപ്പങ്ങൾ ഇവരുടെ സ്തനങ്ങൾ ഇങ്ങനെ പിച്ചി ചീന്തി വലിച്ചു കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്നു. നരകത്തിലെ സ്ത്രീകളുടെ സ്തനങ്ങളെ ഹയ്യാത്തുകൾ, വിഷസർപ്പങ്ങൾ ഇങ്ങനെ കീറി കുത്തി വലിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മലായികത്തുകളോട് ചോദിക്കണം, ഈ സ്ത്രീകൾക്ക് എന്തു പറ്റി? അവിടുന്ന് പറഞ്ഞ വിശദീകരണം, ഹൗലാഇല്ലതീ യംനഅന ഔലാദഹുന്നൽ ബാനഹുന്ന, ഈ സ്ത്രീകൾ അവരുടെ മക്കൾക്ക് മുലപ്പാല് നിഷേധിച്ച സ്ത്രീകളാണ്. അപ്പൊ എത്ര ഗൗരവമുണ്ട് ചിന്തിച്ചാൽ മതി. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന മുലപ്പാല് നിഷേധിച്ചവർക്ക് നരകത്തിൽ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അവിടെ വിഷസർപ്പങ്ങൾ ആ സ്ഥാനത്തിൽ കുത്തിവലിക്കുമെന്ന് പറഞ്ഞാൽ ഇത് വലിയ പുണ്യമായി പഠിപ്പിക്കുമ്പോഴും ഇത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവർ ഗൗരവത്തോടെ കാണുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര വലിയ സ്ഥാനമാണ് ഈ ഒരു ഉമ്മമാർക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു സ്ത്രീക്ക് അതിന് സാധ്യമല്ലാതെ വരുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മറ്റൊരു സ്ത്രീയെ ഏൽപ്പിക്കാം. ഒരു പെണ്ണിന് മുലയൂട്ടാൻ എന്ത് തടസ്സം വന്നു? ചിലപ്പോൾ ജനിച്ചു വീണപ്പോ പ്രസവത്തിന് ശേഷം ഭാര്യമാര് മരിക്കുന്നവരുണ്ടാകും. എങ്കിൽ എന്താ ചെയ്യേണ്ടത്? മറ്റൊരു ഉമ്മാനെ മുലയൂട്ടാൻ ഏൽപ്പിക്കണം. അപ്പോഴും മുലപ്പാൽ കൊടുക്കണം. ആ ഉമ്മയെ സ്വന്തം ഉമ്മയായി പരിഗണിക്കണം. ആ ഉമ്മാന്റെ ഭർത്താവിനെ സ്വന്തം ഉപ്പയായി പരിഗണിക്കണം. ഇസ്ലാം കൊടുത്ത സ്ഥാനം പ്രസവിച്ചതിന്റെ പേരിലല്ല, മുലയൂട്ടിയതിന്റെ പേരിൽ പോലും ഉമ്മയുടെ സ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ കർമ്മത്തിന്റെ വിശുദ്ധി ശ്രദ്ധിക്കുക. അങ്ങനെ സന്താനങ്ങളെ റബ്ബ് നമുക്ക് തരുമ്പോൾ നമ്മൾ ആ വിഷയത്തിലുള്ള ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർപ്പെടുത്തിയതാണ്. നല്ല പേര് വിളിക്കാൻ, നല്ല ഒരു പേര് വിളിക്കാൻ ഇസ്ലാം നമ്മളോട് കൃത്യമായി പഠിപ്പിച്ചു തന്നു. നമ്മളോടത് പഠിപ്പിച്ചു തന്നു. ആ പേരിന്റെ നമ്മൾ നമ്മുടെ കുട്ടിക്കിടുന്ന പേര് ദുനിയാവിൽ നമുക്ക് വിളിക്കാൻ വേണ്ടി മാത്രമല്ല, അവന്റെ റൂഹ് പിരിയുമ്പോൾ പോലും, ആ റൂഹ് പിരിഞ്ഞു പോകുന്ന സമയത്ത് മലായിക്കത്തുകൾ പോലും ദുനിയാവിൽ വിളിച്ച വിശിഷ്ട നാമങ്ങളാണത്രേ ആ റൂഹിനെ വിളിക്കുക. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇടുന്ന പേര് നന്നാക്കണം. എല്ലാരും ശ്രദ്ധിച്ചോളി, ഇടുന്ന പേര് നല്ല പോലെ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ഉടനെ തന്നെ ഇബ്രാഹിമിന് പേര് വിളിച്ചു. 7 കാത്തിരുന്നില്ല. ജനിച്ചപ്പോ തന്നെ ഒരു പേര് കണ്ടെത്തി, ഇബ്രാഹിം എന്ന പേര് വിളിച്ചു. ഇനി മറ്റൊരു ഹദീസിൽ 7-ാം നാളിൽ പേര് വിളിക്കാൻ പറഞ്ഞ ഹദീസുണ്ട്. അപ്പൊ ജനിച്ച ഉടനെയോ 7-ാം നാളിലോ കുട്ടിക്ക് നല്ല ഒരു പേര് വിളിക്കണം. ആ പേര് ഇടുമ്പോ തന്നെ ശ്രദ്ധിച്ചോളൂ, കുല്ലു ഉലാമിൻ റഹീനതും ബിഅഖീഖതിഹി, എല്ലാ കുട്ടികളും അവരുടെ അഖീഖയുമായി പണയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കുട്ടികളുടെ അഖീഖ അറുക്കണം. പറയാം, തുദ്ബഹു അൻഹു യൗമ സാബിഇഹി, 7-ാമത്തെ നാളിൽ അവനു വേണ്ടി അറവ് നടത്തണം. അതിനാണ് അഖീഖ. വയുഹല്ലഖു വയുസമ്മാ, 7-ാമത്തെ ദിവസത്തിൽ അവന്റെ മുടി കളയണം. അതുപോലെ തന്നെ പേര് വിളിക്കണം. ഒരു ഹദീസിൽ നോക്കൂ, നമ്മളൊക്കെ വിചാരിക്കുക ദീനിന്റെ ഒരു മഹത്വം ഒക്കെ നിങ്ങൾ എവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച് മാർഗരേഖ നൽകിയിരിക്കുക. 7-ാമത്തെ നാളിൽ കുഞ്ഞിന്റെ പേരിൽ അറവ് നടത്താൻ, അവന്റെ പിറവ് മുടി നീക്കാൻ, അവന് നല്ല പേര് വിളിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ ജനിച്ച ഉടനെയോ 7-ാം നാളിലോ അത് ചെയ്യാൻ പറഞ്ഞു. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നാമങ്ങളായ അബ്ദുള്ളയോ അബ്ദുറഹ്മാനോ വിളിക്കാൻ പ്രോത്സാഹനം കൊടുത്തു ഹദീസിലൂടെ. അള്ളാഹുവിന്റെ പേരുകളുടെ കൂടെ അബ്ദ് ചേർത്ത് വിളിക്കാൻ പ്രോത്സാഹനം നൽകി. അബ്ദുള്ള, അബ്ദുറഹ്മാൻ, അബ്ദുൽ ഖാലിഖ്, അങ്ങനെയുള്ള പേരുകൾ അള്ളാഹുവിന്റെ അടിമയാണെന്ന് തെളിയിക്കുന്ന, എന്നാൽ അള്ളാഹുവിന്റെ പേരിലേക്ക് ചേർക്കാൻ പറ്റാത്തത് ചേർക്കാനും പാടില്ല. നബിന്റെ കാലഘട്ടത്തിൽ ഒരാളുടെ പേര് അബ്ദുൽ ഹജർ എന്നായിരുന്നു. ഹജർ എന്ന് പറഞ്ഞ കല്ല് എന്നാണ്. പേരിന്റെ അർത്ഥം കല്ലിന്റെ അടിമ എന്നാണ്. പേര് തിരുത്താൻ പറഞ്ഞു. നബി തങ്ങൾ പേര് മാറ്റാൻ പറഞ്ഞു. മറ്റൊരാളുടെ പേര് അബ്ദുൽ മനാഫ്. അവിടെ ഉണ്ടായിരുന്ന ഒരു വിഗ്രഹത്തിന്റെ പേരാണ് മനാഫ്. അബ്ദുൽ മനാഫ് എന്ന് പേരുണ്ടായിരുന്നു. തിരുത്താൻ പറഞ്ഞു. ആസിയ എന്നൊരു പേരുണ്ടായിരുന്ന ഒരു സഹോദരിക്ക് ധിക്കാരി എന്നാണ് അർത്ഥം. ധിക്കാരി, ആസിയ. പ്രവാചകൻ പേര് മാറ്റാൻ പറഞ്ഞു. അൻതി ജമീല, ഇനി മുതൽ നിന്റെ പേര് ജമീല എന്നാണ്. നബി തങ്ങളുടെ മോളായിരുന്ന
സൈനബ ബീബിന്റെ ആദ്യത്തെ പേര് ബർറ എന്നായിരുന്നു. ബർറ എന്ന് പറഞ്ഞ പുണ്യവതി എന്നാണ്, സ്വയം പ്രശംസിക്കുന്ന തരത്തിലുള്ള ഒരു പേരായി പോയി. നബി പറഞ്ഞു ആ പേര് മാറ്റാം, സൈനബ് എന്നാക്കാം. പേര് എത്ര കാലം കഴിഞ്ഞാലും അതിലൊരു മോശമുണ്ടോ മാറ്റണം. എത്ര വയസ്സായിരുന്നാലും പേര് ചീത്തയാണോ തിരുത്തണം എന്നൊക്കെ ഈ ഹദീസുകളൊക്കെ വെച്ച് പറയുന്നുണ്ട്. അതുപോലെ പ്രവാചകന്മാരുടെ സച്ചരിതരായ മുൻഗാമികളുടെ ഒക്കെ പേരുകൾ വിളിക്കൽ അല്ലെ, യൂസുഫ് എന്ന് പേരിട്ടിട്ടുണ്ട്, ഇബ്രാഹിം എന്ന ആളുകൾക്ക് പേരിട്ടെന്ന് മുൻഗാമികളുടെ ഒക്കെ ചരിത്രം കാണാൻ സാധിക്കും. ഇന്നിപ്പോ പുതിയ ആളുകളുടെ പേരുകളൊക്കെ വെച്ച് നോക്കിയാൽ അർത്ഥമില്ലെന്ന് മാത്രമല്ല, അർത്ഥം കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, അത് വിരൂപമായ തരത്തിൽ വിളിക്കാൻ പാടില്ലാത്ത പല കോലത്തിലേക്കും പേരുകൾ മാറിക്കൊണ്ടിരിക്കാൻ. ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ആർക്കുമില്ലാത്ത പേര്, ഒരു മോഡൽ പേര്, പിന്നെ സ്വയം കണ്ടെത്തി ഉണ്ടാക്കുന്ന പേര്. ഏതെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒരു പേര് കണ്ടെത്തുന്നു, അതിന്റെ ഇസ്ലാമിക മാനം എന്തെന്ന് പോലും നോക്കുന്നില്ല. കാലങ്ങൾ കഴിഞ്ഞ് ഏതോ ക്ലാസ്സിൽ കേട്ടപ്പോഴാണ് ഇത് തെറ്റാണില്ലേ എന്നറിയുന്നത്. അതുകൊണ്ട് പേരിടുമ്പോ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു. അഖീഖ അറക്കല്ല ഹദീസിൽ സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ പറയാം. നബി തങ്ങൾ പറഞ്ഞു, ഫഹിരിഖൂ അൻഹു ദമാ, കുട്ടിയുടെ പേരിൽ നിങ്ങൾ രക്തം ചിന്തണം. കൽപ്പനയാണ്, അഥവാ ഒരു ബലിമൃഗത്തെ ബലിയറുത്ത് അഖീഖ അറുക്കണം. വഅമീതു അൻഹുൽ അദാ, കുട്ടിയിലുള്ള ഉപദ്രവം നീക്കം ചെയ്യണം. ജനിച്ചപ്പോൾ മുടി അത് നീക്കം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആൺകുട്ടികളാണെങ്കിൽ 2 ആടിനെ, പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനെ പഠിപ്പിച്ചു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ നബിന്റെ 2 പേരക്കുട്ടികളാണ്. വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ല, ദാരിദ്ര്യത്തിന്റെ കാലഘട്ടമാണ്, നല്ല ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞിനെ കിട്ടിയപ്പോൾ നബി തങ്ങളും മറുത്തു. 2 ആടുകളെ വെച്ചുകൊണ്ട് 2 പേർക്കും പേരിൽ അഖീഖ അറുത്ത് കൊടുത്തത്. ദാരിദ്ര്യമുള്ള കാലത്ത് വരെ അഖീഖ അറുത്ത് മാതൃക കാണിച്ചത് അതിന്റെ ശക്തമായ സുന്നത്തിന്റെ അടയാളമാണ്. ഇനി അന്നതിന് സാധിച്ചില്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് വലുതായിട്ടാണോ അപ്പഴറുക്കാം, എപ്പോഴാണെങ്കിലും ചെയ്യാം. എത്രത്തോളം എന്ന് വെച്ചാൽ മുതിർന്ന ഒരാൾ, അയാളുടെ മാതാപിതാക്കൾ അയാൾക്ക് വേണ്ടി അഖീഖ അറുത്തിട്ടില്ലെങ്കിൽ അയാൾക്ക് തന്നെയും സ്വന്തം അഖീഖ അറുത്തതിന്റെ മാംസം വിതരണം ചെയ്യാം. ആ മാംസത്തെ 3 ഓഹരിയാക്കി അതിൽ 2 ഓഹരി ദാനം ചെയ്യാനും 1 ഓഹരി കുടുംബത്തിന് ഭക്ഷിക്കാനും എടുക്കാമെന്നും, അല്ലെങ്കിൽ മൊത്തം തന്നെ മാംസം എടുത്ത് ഭക്ഷണം ഉണ്ടാക്കി പാചകം ചെയ്ത് അതിലേക്ക് സാധുക്കളെയും കുടുംബങ്ങളെയും അയൽവാസികളെയും വെച്ച് ഭക്ഷണം കൊടുക്കുന്നതും അനുവദിക്കപ്പെട്ടതായി ഹദീസുകളിൽ ഉലമാക്കന്മാർ രേഖപ്പെടുത്തുകയാണ്. ശക്തമായ ഒരു സുന്നത്ത്, അഖീഖയുടെ മര്യാദകൾ, അതൊക്കെ വിശദീകരിച്ച് പഠിക്കേണ്ടതുണ്ട്.